ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ അമ്മയും കൂടി ഉമ്മാൻ്റെ 2 ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത്. എൻ്റെ അമ്മ യെല്ലോ ഡ്രസ്സാണ് ഇടുന്നത്. അപ്പോൾ അതിക്ക് മാച്ചാക്കിയിട്ട് എന്നോടും ഇജു യെല്ലോ ഇട്ടോ എന്ന് പറഞ്ഞതാണ്. പിന്നെ അതിൽ ഗ്രീൻ ഷാൾ എൻ്റെ അമ്മയാണ് ഇടുന്നത്. മറ്റേത് രണ്ടും ഞാൻ കൺഫ്യൂസ്ഡാണ് അതിൽ ഏതാണ് ഇടുകയെന്ന്. പിന്നെ ഞാനൊരു സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. ഞാൻ ഈ ഓവർ മേക്കപ്പ് ചെയ്യണ ടൈപ്പല്ല. ആകെ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ തന്നെ എൻ്റെ അടുത്തുള്ളൂ. അത് മേക്കപ്പ് അല്ലല്ലേ, സ്കിൻ കെയർ ആണല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 2 ഷോളിൽ ഏതിടണം എന്നിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പിന്നെ മഞ്ഞയ്ക്ക് ആ ഒരു മഞ്ഞ ടച്ചുള്ള ഷോൾ തന്നെ ഇട്ടാൽ ഒരുമാതിരി അല്ലേ വെച്ചിട്ട് ഈ ഷോളാണ് ഇട്ടത്. പിന്നെ ഐലൈനർ ഇട്ടു. അതിൻ്റെ ടോപ്പ് എനിക്ക് തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മച്ചിനോട് ചോദിച്ചു. ഇപ്രാവശ്യമെങ്കിലും കൊളാക്കാതെ കണ്ണെഴുതണം എന്നുള്ള എൻ്റെ ആഗ്രഹം നടന്നില്ല. എൻ്റെ ഉമ്മയാണെങ്കിൽ പോവാനുള്ള തിരക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മച്ചി ഇങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി. പിന്നെ ഹിജാബൊക്കെ ഇട്ടു. ഞാൻ അതിൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട്. അവിടെ അമ്മമാനായിട്ടൊക്കെ ഇടയ്ക്ക് വർത്താനം പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ചിരി. പിന്നെ ലിപ് ബാം ഇട്ടു. ലിപ് ബാം മസ്റ്റാണ്. എൻ്റെ ലിപ്പ് എപ്പോഴും ഭയങ്കര ഡ്രൈ കാരണം. അതിൻ്റെ ഇടയ്ക്ക് അവിടെ എൻ്റെ അമ്മമ്മ എന്നെ കളിയൊക്കെ ഉണ്ടായിന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട്. പിന്നെ എന്തോ ഒരു ജന്തു എൻ്റെ കവിളിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അങ്ങോട്ട് പോയി. എന്താ സംഭവം എന്നൊക്കെ അറിയില്ല. പെട്ടെന്ന് ഇങ്ങനെ വന്നു. പിന്നെ അത് പോയി. എങ്ങോട്ടോ പോയി, എനിക്കറിയില്ല പോയി. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് ഇങ്ങനെ അധികം ഒന്നും ഇടില്ല. ഞാൻ അങ്ങനെ ലിപ്പ് ലൈനർ ഇടണ പോലെ ഇങ്ങനെ ലൈൻ ചെയ്തിട്ട് എൻ്റെ കൈ വെച്ചിട്ട് അങ്ങോട്ട് ഫുള്ളൊന്ന് സ്മഡ്ജ് ചെയ്യും. പിന്നെ ബ്യൂട്ടി വ്ളോഗറെ പോലെ ലിപ്സ്റ്റിക്കൊക്കെ കാണിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ വാച്ച് ഇട്ടു. വാച്ചിൻ്റെ ഒരു കാഷിയോ എന്നോ അതിന് പറയാറില്ല. എന്തായാലും ആ വാച്ചാണ്. അതെനിക്ക് വലിപ്പം കുറഞ്ഞ് വരുന്നുണ്ടേനു. അപ്പോൾ എൻ്റെ കയ്യിനെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ മസ്റ്റ് നമ്മളെ കണ്ണാട ഇട്ടു. അതും കൂടെ ആയപ്പോൾ ഫുൾ സെറ്റ്. ഇതാണ് എൻ്റെ ലുക്ക് ഗൈസ്. പിന്നെ ഞാനൊരു ബാഗ് എടുക്കുന്നുണ്ട് വെറുതെ രസത്തിന്. ഞാൻ അങ്ങനെ ബാഗൊന്നും പൊതുവേ യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ വെറുതെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരും. അപ്പോൾ അതിനുള്ള വിക്സും പിന്നെ വെറുതെ ലിപ്സ്റ്റിക്കൊക്കെ വെച്ചു. പിന്നെ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോൾ ഒരു സംഭവം കേൾക്കട്ടെ. പിന്നെ ഞങ്ങൾ മുന്തിരി ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് കുട്ടീനെ ഇങ്ങനെ സോപ്പിടലേനി. ഞാൻ കാട്ടിയിട്ടല്ല ചിരിക്കണത്, വേറൊരു കുട്ടി കാട്ടിയിട്ടാണ് ചിരിക്കണത്. പിന്നെ ഞങ്ങൾ പൊറാട്ടയും ചിക്കനും കഴിച്ചു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിരുന്നു, പക്ഷേ ഞാൻ പൊറാട്ട ആണ് തിന്നത്. പിന്നെ ഞങ്ങൾ ചാമ്പക്ക പറിച്ചു. ഇതിൻ്റെ അമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ വേറെ ഫ്രണ്ടിൻ്റെ കുട്ടി. ഈ ആൺകുട്ടി എൻ്റെ അമ്മാൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ കുട്ടി. ആ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. പിന്നെ ആ കുട്ടീൻ്റെ അടുത്ത് ഞാൻ കുറച്ച് സോപ്പിടലൊക്കെ ഇനി കുറച്ച് കയറൊക്കെ കാണിച്ചു കൊടുത്തൊന്ന് ചെറുപ്പിച്ചാനൊക്കെ നോക്കി. കുറച്ച് നേരമൊക്കെ നിന്നു. പക്ഷേ കുട്ടിക്ക് എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നുഴവൊളിച്ചിട്ടുണ്ട്. പിന്നെ ആ ഏരിയയിൽ തന്നെയാണ് എൻ്റെ അമ്മാൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ആ താത്തപ്പോൾ ഇപ്പം അടുത്ത് കുടിയിരുന്നതാണ്. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടുത്തെ മിററിൽ നിന്ന് ഒരു ഫിറ്റൊക്കെ ചെയ്യണതായിരുന്നു. നമ്മൾ ബൂസ്റ്റൊക്കെ തന്നു. ബൂസ്റ്റൊക്കെ കുടിച്ചു. ഞങ്ങൾ തിരിച്ചു പോന്നു. ഇതാണ് എൻ്റെ അമ്മച്ചി ഗൈസ്. പിന്നെ പോരുന്ന വഴിക്ക് നല്ല സൺസെറ്റിൻ്റെ ടൈമായിരുന്നു. നല്ല സ്കൈ ഒക്കെ അടിപൊളിയായി കാണാൻ. ഭയങ്കര ഓറഞ്ച് കളറിൽ നല്ല രസമുണ്ടായിനി കാണാൻ. എനിക്കെപ്പോൾ ആകാശം കണ്ടാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ തോന്നും. എന്താ അറിയില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകാശം കാണുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കും. നല്ല രസമുണ്ടായിനി. പിന്നെ നമ്മൾ കൂരിയാട് പാടത്തെത്തിയപ്പോൾ അവിടെ ബത്തൊക്കെ കണ്ടു. അപ്പോൾ അതും വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ പെരിയിലെത്തി. അപ്പം നിങ്ങൾ വിചാരിച്ചു ഞാൻ എന്തെങ്ങനെ നെട്ടി നോക്കണത്. സംഭവം വേറെ ഒന്നുമല്ല. എൻ്റെ വീടിൻ്റെ അവിടെ സ്കൈ ഒന്നും ഇത്ര അടിപൊളിയായി കാണലില്ല. പക്ഷെ അന്ന് എന്താണെന്ന് അറിയില്ല, നല്ല രസമുണ്ടായിനി കാണാൻ. അതിൻ്റെ ക്ലിപ്പാണ് ഇപ്പോൾ കൊടുത്തത്. എന്തായാലും അത്രേ ഉള്ളൂ. താങ്ക്സ് ഗൈസ്, ബൈ.